ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റാണ്. നോക്കി നല്ല ഫോഴ്സിലാട്ടോ കാറ്റടിക്കുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, കുറേ ദിവസം കൊണ്ട് ഈ ഒരു കാറ്റ് നമുക്ക് ഇന്നും ഉണ്ട്. അപ്പോൾ എന്നാൽ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ രാവിലെ നമ്മൾ നമ്മുടെ പൂത്തിരിപ്പിങ്ങളാർ നമ്മുടെ ഏലത്തിനും അതുപോലെ നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള കുറച്ച് ഗാർഡൻ്റെ കുറച്ച് ചെടികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നനയാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ആയിട്ട്, കാരണം നന്നായിട്ട് അവിടെ ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവടിക്കുട്ടിയൊക്കെ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ വീട്ടിലത്തെ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്കിനി വേറെ കുറച്ച് പരിപാടികൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അതേപോലെ തന്നെ കാറ്റിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാറ്റ് പിന്നെ തണുത്ത കാറ്റടിക്കുമ്പോൾ എന്തായാലും അറിയാമല്ലോ, നല്ല തണുപ്പായിരിക്കുമല്ലോ. പിന്നെ ഒരു വരണ്ട കാറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നൊരു ടൈപ്പ് ക്ലൈമറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈപ്പ് ക്ലൈമറ്റ് ആണെന്ന് കമൻറ്റ് ചെയ്യണേ. കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ടൊരു വെയിലടിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ രാവിലെ തന്നെ, പക്ഷേ ചൂടില്ലാത്തൊരു വെയിലാട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല തണുപ്പോട് കൂടിയൊരു വെയിലാട്ടോ. അപ്പോൾ വെയിലൊക്കെ ഉണ്ട്, എന്നാലും തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ തക്കാളിത്തേയും നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവൊക്കെ തന്നുകൊണ്ട് നിൽക്കണം. പക്ഷേ നമുക്ക് ഇതുവരെ കമ്പ് കുത്തി കൊടുക്കാനോ അതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കമ്പ് കുത്തി കൊടുക്കാനും ബാക്കി കുറച്ചൊന്ന് കാട് പറിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വട്ടം നമ്മൾ കാട് പറിച്ചതാണ് എല്ലാം സെറ്റായി കൊടുത്താണ്. വീണ്ടും കാട് കയറിയിട്ടുണ്ടോ, കാരണം നമ്മൾ നനയ്ക്കുന്നതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നനവ് തട്ടുന്നവർ പിന്നെ പുല്ലൊക്കെ പെട്ടെന്ന് തന്നെ കിളിർക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കാടൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കാൻ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അപ്പം നേരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ പിന്നൊരു ഭാഗത്തായിട്ടാണ് നമ്മുടെ തക്കാളിത്തേകൾ ഫുള്ള് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും നല്ല രീതിയിൽ വിളവുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ തക്കാളി കാഴ്ച നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി അത്യാവശ്യം നീളം വെച്ചിട്ട്, പക്ഷെ നമ്മൾ കമ്പ് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് കിട്ടി നമ്മൾ സെറ്റാക്കി വിടാം. പക്ഷെ നമുക്ക് കമ്പില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ കെട്ടി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമുക്കൊന്ന് കാടൊക്കെ കളഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം നമുക്കൊന്ന് കമ്പൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി എടുക്കാം. ഇതിന് മുന്നായിട്ട് ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയി കിടക്കുവാട്ടോ. ഇന്ന് നമ്മൾ നനച്ചിട്ടില്ല, പക്ഷെ നമുക്കിങ്ങനെ വെയിലുണ്ട്. എന്നാലും പൊള്ളുന്നൊരു വെയിലല്ല, എന്നാൽ കൂടി എന്താ പറയുക, ഒരു ഉണങ്ങിയിട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പുല്ലൊക്കെ ഒന്ന് കളയണമെന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള പുല്ല് കളയണം. അപ്പോൾ നമുക്ക് ഒരു ഭാഗം ഫുള്ള് അതിൽ നനച്ച് കൊടുക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയുന്നത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല അടിപൊളി കാറ്റാണ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കാറ്റ് കുറച്ചുകൂടി കൂട്ടി, അതായത് ശക്തി കൂടിക്കാട്ടോ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാട് പറിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ചെത്തി എടുക്കാനാണെങ്കിലും ഒക്കെ എളുപ്പമാണ്. ഒരാളതാ നേരത്തതാ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പതിവില്ലാതെ നേരത്തെ നീച്ചിട്ടുണ്ട്. തണുപ്പത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാന്നുള്ള രീതിയിലാട്ടോ. തക്കാളി പറിച്ച് കളിക്കലാട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പണി. അതായത് ഒരു പ്രായം കഴിഞ്ഞ കുട്ടികൾ ഇങ്ങനെ കഞ്ഞിയും കറി വെച്ച് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ അവിടെ കൂടി ഇപ്പോൾ ആ ഒരു ടൈപ്പിൽ, അതായത് ആ ഒരു പ്രായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചെറിയ ചിരട്ടയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചിരട്ടയൊക്കെ പോയി പെറുക്കി എടുത്തിട്ട് വന്നിട്ട് പൂക്കളൊക്കെ പറിച്ച് ചെറിയ പീസുകളായിട്ട് കൈവച്ചിട്ട് നുള്ളി പറിച്ച് പല ടൈപ്പ് പൂക്കളൊക്കെ ഇട്ടിട്ട് ഓരോ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തരുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുത്തരും. അതേപോലെ തന്നെ ഇതിന് തക്കാളിയൊക്കെ പറിച്ചിട്ട് അതേപോലെ ചിരട്ടയിലൊക്കെ ആക്കി എനിക്ക് കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പാപ്പം ഉണ്ടാക്കുവാണല്ലേ ഇപ്പോൾ? എന്താ പാപ്പം ഉണ്ടാക്കുന്നത് പറഞ്ഞു കൊടുത്തേ. ദോശ ഉണ്ടാക്കണേന്ന്. വെറൈറ്റി ദോശയാണ്. തക്കാളി ദോശ, ചെമ്പരത്തി ദോശ, പല ടൈപ്പ് ദോശയൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല വിളിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് സമയം പോണത് അറിയില്ല കേട്ടോ. നമുക്കിവിടെ നമ്മുടെ പണിയിലേക്ക് കിടക്കാം. അതേപോലെ നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ നല്ല കളിയായിട്ട് കൂടെ നമ്മുടെ ഗാർഡൻ്റെ ഇടയിൽ കൂടെ കയറി മറിഞ്ഞിട്ടാട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളവിടുത്തെ ആ ഷീറ്റ് മാറ്റിയിട്ട് നമ്മൾ വേറെ ഗ്രീൻ നെറ്റാണല്ലോ അപ്പോൾ താഴെ ആ ഒരു നമ്മുടെ പോട്ടുകളും അതുപോലെ തന്നെ ഗ്രോ ബാഗുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫുള്ളായിട്ട് നീളത്തിൽ വെച്ചിട്ട്, അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയാൽ മതി, കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ചാടി മറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഗ്രീൻ നെറ്റ് ആയതുകൊണ്ട് നമുക്കൊരു സമാധാനം കേട്ടോ, അത് കീറി പോവില്ലല്ലോ പെട്ടെന്നൊന്നും. മറ്റേത് നമ്മൾ നേരത്തെ ഇട്ടുണ്ടായിരുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയിരുന്നു. പ്ലാസ്റ്റിക് ഷീറ്റ് ആകുമ്പോൾ ഇവരുടെ നേരെ നല്ല ഷാർപ്പായതുകൊണ്ട് പെട്ടെന്ന് 2 ചാട്ടം ചാടുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അങ്ങ് കീറി ഫുള്ള് നാശമാവും കേട്ടോ. ഇപ്പം എന്തായാലും ഇവർ ചാടി മറി, എന്തായാലും ഇവർ ചാടി മറിയിൽ എന്തായാലും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവരിവിടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെന്തായാലും കളിക്കാൻ വേണ്ടി ഇത് കൂടെ നടക്കും കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പോംവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്രീനേറ്റ് ഇട്ട് കൊടുത്തത്. പക്ഷേ ഗ്രീനേറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലൊരു ആശ്വാസം ഉണ്ട് തന്നെ പറയട്ടോ. കാരണം ഇവർ എത്രത്തോളം ചാടി മറിയാൽ അത് ഇതുവരെ കീറിയിട്ടില്ല കേട്ടോ. പിന്നെ എന്തൊക്കെ തട്ടിയാലും കീറാത്ത ഒരു ടൈപ്പ് തന്നെയാണുള്ളത് തന്നെ പെട്ടെന്നൊന്നും കീറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പണിയിലേക്ക് കിടക്കാം. നോക്കി കാറ്റാട്ടോ, ഇപ്പോഴും രക്ഷയില്ലാത്ത കാറ്റ് തന്നെയാണ്. നമ്മുടെ ആവണിക്കുട്ടി എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ വേണ്ടി സഹായിച്ച് ഇപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയുടെ വിളവെടുപ്പ് നടന്നാണ് തോന്നുന്നത്. മുക്കട്ടെ ഇത് നമുക്കിവിടെ കാട് പറിച്ചിട്ട് നമുക്ക് തക്കാളിയൊക്കെ പറിച്ചെടുക്കാം. ടാറ്റു എടുക്ക്. ഞങ്ങളുടെ തൂമ്പയും നനയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുക്കട്ടെ എന്ന് പറയാം. സംഭവങ്ങളൊക്കെ എടുക്കട്ടെ. കമ്പ് എടുക്കട്ടെ. കമ്പ് കുത്തുന്നത് കുട്ടിക്ക് അറിയാം. മണ്ണിലേക്ക് ഇങ്ങനെ ചാഞ്ഞാട്ടോ ഇപ്പോൾ കിടക്കുന്നത് ഫുള്ളായിട്ട് തന്നെ. നോക്കി ഇതിങ്ങനെ മണ്ണിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ ചിലപ്പോൾ ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നന്നായിട്ട് മഴയൊക്കെ ഇടുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ വന്നിട്ട് പുഴുക്കൾ തിന്നാനും പെട്ടെന്ന് തന്നെ നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ കമ്പ് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സേഫ് ആവട്ടോ. നമ്മൾ
കുത്തി കൊടുക്കാൻ ഇതുവരെ നമുക്ക് കൂടിയിട്ടില്ല എന്നെ പറഞ്ഞിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലേക്ക് നമുക്ക് നിന്ന് തിരികെ സമയം കിട്ടിയില്ല. വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്തിട്ടില്ല അതുവരെ. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയിരിക്കും കേട്ടോ. എന്നാൽ നമുക്കൊന്നത് ചെയ്യാൻ നോക്കി എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ തക്കാളി ഇങ്ങനെ കായ്ച്ച് താഴേക്ക് ഇങ്ങനെ മുട്ടി ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കും കേട്ടോ. തക്കാളി എന്ന് പറയുമ്പോൾ ഒരു 3-4 അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു തക്കാളിയുടെ ചെടിയാണെങ്കിൽ കൂടി അതിന് മാത്രം വെയിറ്റ് താങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഈ മണ്ണിലേക്ക് ചാഞ്ഞ് കിടക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നനയ്ക്കാൻ വേണ്ടി പോകട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബക്കറ്റിലാട്ടോ വെള്ളം എടുത്തുള്ളൂ. ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടില്ല, കാരണം ഒരുപാട് സ്ഥലത്തില്ല, ഇത്രയും ഒരു ഭാഗമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബക്കറ്റ് എടുക്കാം. ഒരുപാട് നനച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെത്താൻ, മണ്ണ് നന്നായിട്ട് കുഴഞ്ഞ് കഴിഞ്ഞാൽ ചെത്താൻ പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ലെവലിലാട്ടോ നനച്ച് കൊടുക്കുന്നത്. പിന്നെ ഓസ് എടുത്ത് കഴിഞ്ഞാൽ ഓസിൻ്റെ ഒരു അറ്റത്ത് നമ്മുടെ ആവണിക്കുട്ടിയും കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഓസ് എടുക്കില്ല. നമുക്ക് എന്തായാലും ഒരു ബക്കറ്റ് വെള്ളം കൂടി എല്ലാവരും അടിപൊളിയായിട്ട് നമുക്ക് നനയ്ക്കാട്ടോ. എന്തായാലും ഒരു ബക്കറ്റ് വെള്ളം കൂടി ഞാൻ എടുക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല അതിന് നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കണം. അല്ലാതെ നമ്മൾ തക്കാളിയൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ചമ്മന്തിയാവും കേട്ടോ. വാങ്ങനെ കയറ്റാം കയറിപ്പോ വെള്ളക്ക് കയറി. ഒരു രക്ഷയില്ല കേട്ടോ. കയറ്റിയില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ ഒരു പണി ചെയ്യാൻ അവൾ സമ്മതിക്കില്ല കേട്ടോ. നമ്മളിതാ അവളെയും കയറ്റിയിട്ട് സഹായിക്കലാണ് അവളുടെ ഉദ്ദേശം. നനയ്ക്കണ്ട എത്ര പറഞ്ഞാൽ എനിക്ക് തണുക്കും. നമുക്ക് ഇവിടം വരെയാണോ നനച്ചത്? നമുക്ക് എന്തായാലും ബാക്കി കൂടി നല്ല രീതിയിൽ നനച്ചു കൊടുക്കട്ടെ. ഇവർക്ക് ഇവിടെ നിന്നോട്ടോ മുള്ളൊന്നും കുത്തല്ലേ. രണ്ടുപേരും കൂടി ഇപ്പൊ വീഴും ഇവിടെ. എന്തൊക്കെയോ പറഞ്ഞിട്ട് കരയുക കേട്ടോ. ഈ ബക്കറ്റും കൊടുത്ത് ഇവിടെ നനയ്ക്കാൻ വിടുവാണെങ്കിൽ അവിടെ കൊണ്ടിട്ട് ഒരു പരാതി ഉണ്ടാവില്ല. അവിടെ തീർന്നില്ല, കുറച്ചിട്ട് ഇനി അവാവ് നനച്ചു ബാക്കി നനയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ നനച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പറിച്ചെടുക്കാനാണെങ്കിലും കുറച്ച് എളുപ്പമായിരിക്കും. നോക്കി വീഴുന്നുണ്ട് കേട്ടോ പെട്ടെന്ന്. പക്ഷെ ഞാൻ തൂമ്പയ്ക്കൊന്ന് പതുക്കൊന്ന് ചെത്താനാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിന് മുന്നേറ്റ് നമ്മുടെ ആളെക്കൂട്ടി ഒന്ന് താഴെ ഇറക്കട്ടോ. അല്ലാതെ എനിക്ക് ചെത്തലൊക്കെ മാണ്ടല്ല മാണം. ഒഴിക്കുക അതിന് ഒഴിച്ചിട്ടില്ല. അതിന് ഒഴിച്ചോ വാവ ഒഴിച്ചോ. അമ്മ ഒഴിക്കാം കേട്ടോ. എന്നാ മാവ ഒഴിക്കേ, ഒഴിക്കോ. നമ്മൾ സഹായിക്കണോ? അവൾക്ക് അറിയാവുന്ന രീതിയിലോട്ടാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇതിന് ഒഴിക്കാം. നമുക്ക് തൂമ്പ എടുത്തിട്ട് വരണ്ടേ? ഇത് ചെത്തണ്ടേ ഇവിടെ. ബാബ ഒഴിക്കി. അപ്പോൾ നമ്മുടെ നാലൊക്കെ കഴിഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് എന്തായാലും തൂമ്പ വെച്ച് നന്നായിട്ടൊന്ന് ചെത്തി കാട് ഫുള്ളായിട്ടൊന്ന് കളയാട്ടോ. ഞങ്ങൾ പോയിട്ട് തൂമ്പ എടുക്കട്ടെ. വാ നമുക്ക് പോയി തൂമ്പ എടുത്തിട്ട് വരാം. പതുക്കെ താഴെ ഇറങ്ങണം. എങ്ങനെ ഇറങ്ങുക? താഴേക്ക് ഇറട്ടെ. ഒറ്റ ഇറട്ടെ. വീഴോ? വാവുമാകും. പേടിയുണ്ടോ? എന്നാൽ അമ്മ താഴെ ആദ്യം ഇറങ്ങട്ടെ, എന്നിട്ട് വാവനെ പിടിക്കാം. ഇതൊരു തിട്ടുള്ളൊരു ഏരിയ ആണല്ലോ. അപ്പോൾ അവിടെയാണല്ലോ നമ്മൾ നട്ടിട്ടുള്ളത്. താഴേക്ക് ഇറങ്ങൽ ശ്രദ്ധിച്ചിറങ്ങണം. ചെരുപ്പിട്ട് ഇറങ്ങിയാലേ വീഴും. ചെരുപ്പ് കളയാം. ഞാൻ താഴെ ഇറക്കാം. താഴെ ഇറക്കട്ടെ. ചാട് അവിടെ നിന്ന് ചാടാൻ പേടിയാണോ? ഞാൻ കയറാൻ പേടിയില്ലല്ലോ. വാ അമ്മ എടുക്കാം. വാ എന്നിട്ട് കുറച്ച് നീങ്ങി വാ. ചായ എങ്ങി. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞേ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അല്ലേ? മണ്ണായോ? ചെരുപ്പ് ഇട്ടിട്ട് വരാം. വാ ഞങ്ങൾ പോയിട്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ട് തൂമ്പി എടുത്തിട്ട് വരട്ടെ അല്ലേ? വാ
അങ്ങനത്തെ ഒരു വിധത്തിൽ നമ്മുടെ ആവണിക്കുട്ടിക്ക് ബക്കറ്റൊക്കെ കൊടുത്തിട്ട് താഴെ നിർത്തിയിരിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ തോമ്പയൊക്കെ എടുത്തത് നമ്മുടെ പണി തുടങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പണിയൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ആ തോമ്പയിൽ നന്നായിട്ട് നമുക്ക് നനച്ചത് കൊണ്ട് തുമ്പ് വെച്ചിട്ട് ചെത്തുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തറവും അതേപോലെ തന്നെ നല്ല രീതിയിൽ അടിയിൽ കല്ലൊക്കെ ഉള്ളൊരു മണ്ണാട്ടത്തുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു തക്കാളിയുടെ തൈയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങ് വളർന്ന് കായാണെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെത്തുമ്പോൾ ഈ ഒരു വള്ളി പോലെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പടർന്നാണല്ലോ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു തണ്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് രണ്ട് കൈ വെച്ചും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊക്കെ അങ്ങ് ഒടിഞ്ഞു പോകും കേട്ടോ. അതേപോലെ തന്നെ അതിൽ ചെറിയ ചെറിയ അടിയിലേക്ക് കുറച്ച് ഉണങ്ങിയ ഇലകളും അതേപോലെ തന്നെ ചോട്ടിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതൊരു ചെടിയുടെ ആയാലും ചോട് നമുക്ക് തൂമ്പ് വെച്ചിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെത്തി സെറ്റാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എങ്ങാനും അതിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെടിയുടെ തോലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെടി മൊത്തമായിട്ട് അങ്ങ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇതേപോലെ നമ്മുടെ തൂമ്പ വെച്ച് ചെത്തി കൈയോടെ കുറച്ച് മണ്ണൂടി ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചിലതിൻ്റെയൊക്കെ ചോട്ടിൽ വേര് പുറത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ വേര് മണ്ണിൽ നേരെ കിടന്നില്ല എന്നുണ്ടെങ്കിൽ ചെടിയായാലും ഡയറക്റ്റ് ആ ഒരു വേരിലേക്കൊക്കെ ഫുള്ള് ഇങ്ങനെ സൺലൈറ്റൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഉണങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ എത്രത്തോളം ഇനി നനച്ച് കൊടുത്താൽ പോലും. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണൊക്കെ നിട്ട് കൊടുക്കാൻ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു തുടക്കത്തിലുള്ള ഒരു കാറ്റ് നമുക്കിത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് തന്നെ കാണുമ്പോൾ അറിയുണ്ടാവും. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സൗണ്ട് കിട്ടും. അതുകൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. കാരണം നല്ല ഫോഴ്സിലാട്ടോ കാറ്റിങ്ങനെ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല കാറ്റിനെയാണ്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്നാലും നമുക്ക് ആ ഒരു കാറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കാറ്റിനോടുകൂടി നല്ല തണുപ്പും വരുമ്പോൾ നമ്മൾ കുത്തി കൊടുക്കുന്ന ആ ഒരു കമ്പുകളൊക്കെ എത്ര നാളും ഇതേപോലെ അടിപൊളിയായിട്ട് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും കമ്പ് കുത്തി കൊടുക്കാതെ ഇപ്പോൾ വേറെ വഴിയില്ല കേട്ടോ. കാരണം അങ്ങനെ ഇപ്പോൾ പടർന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നാശമായി പോകും. അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മുടെ പകുതിയോളം ചെത്തിയൊന്ന് സെറ്റാക്കിയിട്ടുണ്ടോ. അപ്പോൾ മേളിലേക്കൊക്കെ ഞാൻ ഇപ്പോൾ ചെത്തുന്നില്ല. അവിടെയൊക്കെ നമ്മൾ കളനാശിനിക്ക് ഫുള്ളായിട്ട് തന്നെ പുല്ലൊക്കെ കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കളനാശിനി അടിച്ചുകൊണ്ട് ആ ഒരു ഭാഗത്തെ പുല്ലിന് ചെറിയ ഇതിൽ കളർ വ്യത്യാസം അറിയുണ്ടാവില്ല. അപ്പോൾ ഒരു 1 വീക്കായിട്ട് നമ്മളിവിടെ കളനാശിനിയൊക്കെ അടിച്ച് പുല്ലിൻ്റെയൊക്കെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ ചെത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഇതാ നമ്മുടെ തക്കാളിയുടെ ചുവട്ടിലൊക്കെ കുറച്ച് മണ്ണൂടി ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നോക്കി ഒരുപാട് അങ്ങനെ ചൂട്ടിലുള്ളതൊക്കെ നമ്മൾ കൈവച്ചിട്ടാട്ടോ പറിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൂമ്പ് തട്ടിയിട്ട് അതൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ പറിച്ചു. അല്ലാത്തൊക്കെ നമ്മൾ തൂമ്പ് വെച്ചിട്ട് തന്നെ ചെത്തി എന്തായാലും നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി നമ്മുടെ കമ്പ് എടുക്കലാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് കമ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. കമ്പെടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വിറകടക്കിയിട്ട് നമ്മൾ അടുക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്താണോ. കാരണം അവിടെ കുറേ അലകുകളുണ്ട്. അലകെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കവുങ്ങുണ്ടാവില്ല, മണ്ട പോയ കവുങ്ങൊക്കെ നമ്മൾ വെട്ടിക്കീട്ട് ഇതേപോലെ ഉണങ്ങിയിട്ട് നമ്മൾ കത്തിക്കാൻ വേണ്ടി എടുക്കും. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകൾ നോക്കിയിട്ട് ഞാൻ എടുക്കും. അപ്പോൾ നമുക്ക് ഇത്രയും വീതിയുടെ ആവശ്യമില്ല. കാരണം തക്കാളിയുടെ തൈ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ വണ്ണത്തിലൊന്നും പോകണമല്ലോ. അതുകൊണ്ട് നമുക്ക് അതിനൊന്ന് സ്ട്രോങ് ആയിട്ട് അവിടെ നിർത്താൻ ആവശ്യമായിട്ട് അപ്പോൾ ഇതിന് ഞാൻ 2ആയിട്ട് പൊളിച്ചിട്ടുണ്ട്. കാരണം നമുക്കത് ഫുള്ളായിട്ട് തന്നെ വേണ്ട. അപ്പോൾ അതിപ്പോൾ നമുക്ക് 2 ചെടിയിലേക്ക് എടുക്കാമല്ലോ. അതേപോലെ ഒരു മീഡിയം സൈസിൽ ഒരുപാട് ഹൈറ്റും വേണ്ട, എന്നാൽ തീരെ ഹൈറ്റും കുറയരുത്. ആ ഒരു ലെവലിലുള്ള കമ്പുകൾ നോക്കിയിട്ട് ഞാൻ എടുക്കണം. അപ്പോൾ ചിലതിലൊക്കെ ചോറുണ്ട്, അതായത് ആ ഒരു നാരുകളുണ്ടാവില്ല, ഈ ആര് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ കുറേയൊക്കെ ഫുള്ള് ചെത്തി സെറ്റാക്കിയിട്ട് ആട്ടോ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നാലും വാങ്ങുന്തോറും ഉള്ളിൽ കുറച്ചെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാനിതാ എല്ലാം ഒന്ന് ക്ലിയറായിട്ട് നമ്മുടെ ഈ ഒരു വാക്കത്ത് വെച്ചിട്ട് തന്നെ കളഞ്ഞതിന് ശേഷം എന്താ ഈ ഒരു രീതിയിൽ പൊളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പൊളിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ശ്രദ്ധിക്കണം. കാരണം വാക്കത്ത് വെച്ചിട്ടുള്ള കളികളായതുകൊണ്ട് തന്നെ കൈയൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ആമണിക്കുട്ടി ഉണ്ട് കേട്ടോ. ആളത് അപ്പുറത്ത് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആളെ കാണാമായിരുന്നു. അതായത് ഞാൻ നിൽക്കുന്നതിന് നേരെ പുറകിലായിട്ട് ആളുണ്ടായിരുന്നുണ്ട്. ഞാൻ നമ്മളിവിടെ കുറച്ച് പുല്ലും അതേപോലെ തന്നെ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരണ്ടെന്ന് തൊട്ട് ഒരു ഭാഗത്ത് ആക്കിയിരിക്കണം. അപ്പോൾ എത്ര നേരം അവിടെ ഒതുങ്ങിയിരിക്കുന്നതെന്നും അറിയില്ല. എന്തായാലും നിൽക്കണത്ര നിൽക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു പണി പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അങ്ങനെ ഏതാ കുറച്ച് നേരം കേട്ടോ പറഞ്ഞ് ഒരു ആ സെക്കൻഡിനുള്ളിൽ തന്നെ ആൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് വലിയ ഒരു സമാധാനം ഉണ്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കമ്പുകളാട്ടോ നമുക്കിപ്പോൾ ആവശ്യത്തിന് മുതൽ ഒരുപാട് ചെടികളില്ലല്ലോ. നമ്മുടെ എല്ലാ ചെടിയിലേക്കും ഓരോ കമ്പ് വീതം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊളിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കമ്പിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നോക്കിയിട്ട് കുറച്ചുകൂടി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അവനെ കൂടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഒരുപാട് വീതിയിലാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാനും പാടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലെവലിലാട്ടോ അപ്പോൾ കീറി എടുത്തിട്ടുള്ളത്. അതിനാൽ നമുക്ക് ഇതുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അത്യാവശ്യം ഇതാ നല്ല വിധം ഉണങ്ങിയ കമ്പുകൾ തന്നെയാണ്. എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് അല്ല എന്നല്ല കേട്ടോ, നല്ല ബലമുള്ള ഉണങ്ങിയ കമ്പുകളാട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒടിഞ്ഞു പൊട്ടി പോകുന്നില്ല. കൂട്ടത്തിൽ നല്ല ബലമുള്ള കമ്പുകൾ നോക്കിയിട്ടാട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ എടുത്തിട്ട് നേരെ
നമ്മുടെ തക്കാളി ചെടിയുടെ അവിടെ പോവുകയാണ്. ഗൈസ്, നമ്മൾ കമ്പും അതേപോലെ തന്നെ കയറ് സംഭവങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പൊക്കെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കമ്പിയായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഓരോ നമ്മുടെ തക്കാളി ചെടിയുടെയും ചോട്ടിക്കൂടെ, അതായത് കുറച്ച് ചെറിയൊരു ഡിസ്റ്റൻസിൽ നമുക്ക് ചെറിയൊരു കുഴി എടുക്കുക. അതായത് നമ്മുടെ കമ്പൊന്ന് ഉള്ളിലേക്ക് കയറുന്ന ആ രീതിയിൽ. ആദ്യം നമുക്ക് കുഴികൾ എല്ലാം ഒന്ന് സെറ്റാക്കാം. അതിനുശേഷം നമുക്ക് കമ്പ് കുത്തി എല്ലാം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഈ ഒരു കമ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ കുഴി എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ എടുത്തുള്ള കമ്പ് കുത്തി ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാട്ടോ. കുഴിക്കാനൊക്കെ ആയാലും കമ്പായാലും അത്യാവശ്യം ആഴത്തിലേക്ക് പോയി നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. അപ്പോൾ ഈ ഒരു കമ്പി വെച്ചിട്ട് നമ്മുടെ എല്ലാ ചെടിയുടെയും ഏകദേശം ഒരുപാട് അങ്ങ് ചോട്ടിലേക്ക് കുത്തുന്നില്ല കേട്ടോ. കുറച്ച് ഡിസ്റ്റൻസ്, ചെറിയൊരു ഡിസ്റ്റൻസിലാട്ടോ നമ്മൾ കുത്തുന്നത്. കാരണം അതിൻ്റെ വേരുകളൊക്കെ അവിടെയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടാവില്ല അടിയിലൊക്കെ. അപ്പോൾ കുറച്ചൊരു വിട്ടിട്ടാട്ടോ നമ്മളിപ്പോൾ കുത്തുന്നത്. അതിന് ശേഷം നമുക്ക് കമ്പ് വെച്ച് കുത്തി നന്നായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കണം. കാരണം കാറ്റ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ലൊരു ഇത് തന്നെയാണല്ലോ. കാറ്റ് ഇതപ്പോൾ കുറച്ച് നേരമായിട്ട് ചെറിയൊരു ശമനം ഉണ്ടെന്ന് പറയാം കേട്ടോ. കാരണം നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ നിൽക്കാതെ അങ്ങനെ ഫുള്ളായിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടേ. പിന്നെ കാറ്റിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വീണ്ടും തീരുമാനമായിട്ട് കേട്ടോ അതിൻ്റെ കാര്യത്തിൽ. വീണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മുടെ ഇവിടെ. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് ആട്ടോ. മഴ എപ്പോൾ വരുന്നോ അതേപോലെ തന്നെ വെയിലെപ്പോൾ വരുന്നോ ഒന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ മഴ പെയ്യുക. പിന്നെ കാറ്റെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് പൊതുവേ നല്ല കാറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റാട്ടോ. ആ കാറ്റ് വീശുമ്പോൾ ഒരു വരണ്ട കാറ്റും കൂടി തന്നെ നല്ലൊരു തണുപ്പുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു തക്കാളി കൃഷി ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഭാഗം ഫുള്ള് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പച്ചമുളകാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ പാകി മുളപ്പിച്ച് ചെറിയൊരു കണ്ടം പോലെ വെട്ടിയിട്ട് പാകി മുളപ്പിച്ച് മുളകിൻ്റെ തൈകൾ നമ്മൾ ഇതേപോലെ വരിവരിക്ക് പറിച്ച് നടുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇടയിൽ കൂടെ നമ്മൾ ആ ഒരു പയറിൻ്റെ ഇടവിളയായിട്ട് കുറച്ച് ബീൻസ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ബീൻസൊക്കെ ഒരു 45-ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും കറക്റ്റായിരുന്നു കായ്ക്കാനും തുടങ്ങിയിട്ട് നമുക്ക് നല്ല റിസൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തക്കാളി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു തക്കാളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തക്കാളി നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതന്നെയാണ് പ്രതീക്ഷ. കാരണം പറഞ്ഞല്ല ദൈവത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു കെയറിങ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റിയെങ്കിൽ പിന്നെ ഇടയ്ക്ക് വെച്ച് നമുക്ക് അറിയാമല്ലോ. നമുക്ക് ആ ഒരു കറക്റ്റായിട്ടൊരു കെയറിങ് നമുക്ക് ആ ഒരു ടൈമിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമുക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നോക്കിയ കായൊക്കെ ഉണ്ടായി നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് നമ്മുടെ തക്കാളി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടൊന്ന് ഇതേപോലെ കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ അത് നമ്മുടെ കുഴി കുത്തലിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്തായാലും അത് നമുക്ക് ചെയ്യാൻ വഴിയേ. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള കുഴികളുണ്ടല്ലോ, അപ്പോൾ ആ കുഴികളിലൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള കമ്പുകൾ നന്നായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിതാ നോക്കി ഞാനിപ്പോൾ പിടിച്ചിട്ടുള്ള ആ ഒരു ചെടിയൊക്കെ നന്നായിട്ട് വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ വലുപ്പം വെക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഭാഗം വെച്ച് തണ്ടങ്ങനെ അങ്ങ് ഓടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഒടിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ അവിടെ അങ്ങ് ഉണങ്ങി പൊക്കോളൂ. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് എപ്പോഴും മഴയും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നനച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് അങ്ങ് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം പിടിക്കേണ്ട. കാരണം ഒരു വെയിറ്റ് താങ്ങാൻ പറ്റാതെ അതത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു തണ്ടുകളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടാട്ടോ ഓരോന്ന് പിടിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മളിത് രണ്ടെണ്ണം നല്ല സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ കുത്തി കൊടുത്തിട്ട് കമ്പുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കമ്പിൻ്റെ ബലത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ തക്കാളി തൈകൾ ഉഷാറായിട്ട് വരട്ടല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ ബാക്കി കമ്പുകളും കൂടി എടുത്തിട്ടൊന്ന് നന്നായിട്ട് തന്നെ സെറ്റാക്കി നടാം കേട്ടോ. കാരണം കാറ്റ് ഇങ്ങനെ നല്ല ഇത് തന്നെ വീശി അടിക്കുന്നതുകൊണ്ട് നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് മണ്ണിലേക്ക് കമ്പ് ഇറക്കി കൊടുക്കാൻ പറ്റും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇറക്കി കൊടുത്തേ പറ്റുള്ളൂ. കാരണം കാറ്റ് ചിലപ്പോൾ വീശി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി എത്ര സ്ട്രോങ് ആയിട്ട് കുത്തി കൊടുത്താലും ആ ഒരു കമ്പ് വരെ അടിച്ച് പറത്തി കൊണ്ടുപോകും കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാറ്റ് വീശിയ സമയത്ത് നമ്മുടെ ഷീറ്റിൻ്റെ പൊക്കത്ത് കൂടെ കവുങ്ങ് വീണത്. അപ്പോൾ ഞാനത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല കാറ്റാട്ടോ ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മര അങ്ങനെ വീണ്ട ഒരു മരമല്ല, കാരണം അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് സ്ഥലം കിടക്കണം. പക്ഷേ കാറ്റിൻ്റെ ആ ഒരു ദിശയ്ക്കനുസരിച്ചിട്ടാണല്ലോ വീഴുള്ളത്. അപ്പം അങ്ങനെ വീഴുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് കുത്തി കൊടുക്കാൻ പറ്റും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു തക്കാളി തേനയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുന്ന വള്ളി എന്ന് പറയുന്നത് നമ്മുടെ വാഴവള്ളി ആട്ടോ. അതായത് ഇവിടെ നമ്മൾ കേരവള്ളി എന്നും പറയാറുണ്ട്. നമ്മുടെ വാഴയൊക്കെ കുലയ്ക്കുന്ന ടൈമിൽ വലിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു വള്ളി കൂടി ആട്ടോ അത്. തക്കാളി തൈ ഡാമേജ് ആവാത്ത രീതിയിലാട്ടോ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കുന്നത്. ഇവിടെ ഈ ആശാനൊക്കെ ഇതാ നോക്കി ചെറിയൊരു ചെടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കായ്ച്ച് തുടങ്ങുന്നുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് അങ്ങനെ പടർന്നിട്ടുമില്ല. അപ്പോൾ അതിനൊക്കെ നമ്മളിപ്പോൾ വള്ളി കെട്ടിക്കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയൊരു വള്ളി ഇട്ടിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ട് കെട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന്
സേഫാണല്ലോ, അതുകൊണ്ടാണേ. അപ്പോൾ ഇതാ അവിടുത്തെ ആ ഒരു കെട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഇടയ്ക്ക് കയറിയിരിക്കട്ടെ. അപ്പോൾ ഇവിടെയാണ് ഇനി നമ്മുടെ പരിപാടി. നമ്മളിപ്പോൾ ഇതിലേക്ക് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേരവളി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കെട്ടേണ്ട കേട്ടോ. കാരണം അത് അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തക്കാളിത്തേക്കൊക്കെ ഒരുപാട് വണ്ണവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 3ആയിട്ട് കീറിയിട്ടാണ് നമ്മളിപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് 3ആയിട്ട് കീറിയിട്ടാണ്. നമുക്ക് ആ ഒരു കെട്ടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഭാഗം മാത്രം മതിയല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബാലൻസ് ഉള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കൃഷികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് കാണാനും ഒരു പ്രത്യേക രസമാണ്. അതേപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. നമ്മൾ സെറ്റായിട്ട് നമ്മൾ കമ്പൊക്കെ കുത്തി കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കി നമുക്ക് 3 നാളം കൊണ്ടപ്പോൾ നല്ല അതോടെ ഒന്ന് കിട്ടട്ടെ. അതേപോലെ തന്നെ ഉയരങ്ങളിലേക്ക് പോകുന്നതോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നവരില്ലേ, ആ ഒരു അവസ്ഥയാണ് നമ്മുടെ തക്കാളിയുടെ കാര്യത്തിൽ. നല്ല ഹൈറ്റിൽ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കുകയാണ്. അതായത് ഇതിന് ഓരോ മുളകൾ വരുന്നതനുസരിച്ച് നമുക്ക് തളർപ്പ് വരുന്നതനുസരിച്ച് ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഒരുപാട് നാൾ തക്കാളി ഉണ്ടാവും കേട്ടോ. ആ ഒരു ചെടി പെട്ടെന്നൊന്നും അങ്ങ് നാശമായി പോവില്ല. നിറച്ച് കായൊക്കെ ഇങ്ങനെ കൊലകുത്തി ഉണ്ടായിരിക്കുന്ന ആ ഒരു ചെടിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേട്ടോ ആ ഒരു ഭാഗം വെച്ചിട്ട് അങ്ങ് ഒടിക്കുക. തക്കാളിയുടെ ആ ഒരു ചെടി എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രോങ് ഒന്നും അല്ലല്ലോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ഇതിന് വാട്ടർ കണ്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ പിടിക്കുമ്പോഴത്തേനും ഒരുപാട് മരത്തിൻ്റെ ഒരു സ്ട്രോങ് ഒന്നും ഇല്ലാട്ടോ. നേരെ പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തക്കാളി ഉണ്ടാക്കി അത്യാവശ്യം തക്കാളിയും കൂടി ഉള്ള ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ കെട്ടിക്കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ നമുക്ക് ഓരോരോ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ആവണിക്കുട്ടിക്ക് വയ്യാതെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ട് കെട്ടിക്കൊടുക്കേണ്ട ആ ഒരു ടൈമിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ടൈം കുറച്ചെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഉണ്ടാവുന്നതിന് മുന്നേ കെട്ടിക്കൊടുക്കാൻ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കെട്ടിക്കൊടുക്കാനും പറ്റും. ചെടി കുറച്ചുകൂടി സെറ്റ് ആവും കേട്ടോ. ഇല്ല 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 അതാ പഴുത്ത് നോക്കി പറിച്ചോന്നില്ല അങ്ങനെ. എന്തേ കമ്പ് കുത്ത നമ്മുടെ ആവണിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് എന്നെ സഹായിച്ച് കുറേ നേരം സഹായിക്കും തന്നെയായിരുന്നു. അതുകൊണ്ട് ആളും പഴുത്തിട്ട് പിന്നെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ നേരെ പോയി കിടന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി കിടത്തി ഉറക്കി തരുന്നു. ഇപ്പോൾ നീച്ച് വന്നിട്ടുണ്ട്. അതാ ഇപ്പം എല്ലാം പാടെ പോകും ആവണിക്കുട്ടി. പഴുത്ത തക്കാളി വറക്കി. അപ്പോൾ ഇതാ വീണ്ടും ആൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു ചെടിയിൽ പകുതിക്ക് വെച്ച് കട്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നിറച്ച് തക്കാളി ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണയിലിപ്പോൾ നിറം മാറി, ഒന്ന് നന്നായിട്ട് പഴുത്ത് ഒന്നൊരു ചെനച്ച രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവളെ കൊണ്ട് നമുക്ക് ആ ഒരു തക്കാളി ഒന്ന് പറിപ്പിക്കാം. പറയാതെ തന്നെ അവൾ പറിച്ചോട്ട് തക്കാളി ഇടയ്ക്ക് വന്നിട്ട് അവൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇടയ്ക്ക് വന്നിട്ട് ചിരട്ടിയിലൊക്കെ തക്കാളിയൊക്കെ പറിച്ചിടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പഴുത്ത തക്കാളി എടുത്തോ, പറിച്ചെടുത്തോ. ഇതാ തക്കാളി എവിടെ? ഇതാ പുറകിലേക്ക് വീഴണ്ട. കത്തി നിനക്ക് വേണ്ട, സ്വത്തുവിന് കത്തി വേണ്ട. നമുക്ക് ഇതൊക്കെ ഏകദേശം ഒരേ സ്റ്റേജിലാട്ടോ ഈ ഒരു തക്കാളിയൊക്കെ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അതായത് ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേനും നമുക്ക് പറിക്കാനാവും. അതായത് മൂത്ത് പറിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് പറിക്കാം. അതേപോലെ തന്നെ ഇത് ഒന്ന് ജസ്റ്റ് ഇതാ കായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. കത്തി മാറ്റാനോ? മാറ്റാം. നീ ഇപ്പോൾ തക്കാളി പറിക്കണ്ടോ? വാവ എന്തെങ്കിലുമൊക്കെ ഇവിടെ പറയും കുറച്ച് നേരം. അപ്പോൾ ഇവിടെയും കൂടി നമ്മളിത് കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. പൂവിട്ടില്ല ആൺകുട്ടി. ആ ഒരു കരിഞ്ഞ ഇലകളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി കിട്ടും. അപ്പോൾ തക്കാളിയുടെ ഒരു ചെടിയുടെ കാണാൻ നല്ലൊരു സെറ്റപ്പ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിങ്ങനെ മണ്ണിൽ ചാഞ്ഞെടുക്കുമ്പോൾ ഇത്രയും നീളം ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിയില്ല. അതിപ്പോൾ നമ്മൾ കെട്ടി നിർത്തിയപ്പോൾ നോക്കി അത്യാവശ്യം നല്ല നീളമുണ്ട്. അതുപോലെ തന്നെ കായ ഇങ്ങനെ തൂങ്ങിക്കിടക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മറ്റേ ഇതിങ്ങനെ മണ്ണിൽ ഇങ്ങനെ കിടക്കുക നമുക്ക് ഇതിൻ്റെ ഒരു എടുപ്പും നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഗൈസ് നമ്മുടെ തക്കാളിക്ക് എല്ലാത്തിനും നമ്മൾ നല്ല അടിപൊളിയായിട്ട് കമ്പൊക്കെ കുത്തി കൊടുത്ത് കെട്ടി നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നനച്ച് കൊടുക്കണം. അതേപോലെ ചോട്ടിൽ മണ്ണിട്ട് കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം നല്ല അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലൂടെ കാണിക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി നല്ല സക്സസ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോത്തിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കട്ടിക്ക് കൂടെ നിൽക്കാനും അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടി മറക്കട്ടോ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂട്ടത്തിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ.